കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമായി ജലനിധി നൽകിയിരുന്ന 20 ലിറ്റർ വെള്ളത്തിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ജലനിധി പദ്ധതിയുടെ ഭാഗമായി 4000-ഓളം വീടുകളിലേക്കാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. കൂമ്പുള്ളി കനാലിലെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപമുള്ള കുടിവെള്ള സ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളത്തിൽ വേനൽക്കാലത്ത് ഉപ്പുരസം കലരുന്നത് പതിവായിരുന്നു. ഒരുപാട് സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം കഴിഞ്ഞ വർഷം തുടങ്ങിയ ബോട്ടിൽ സംവിധാനമാണ് ഇപ്പോൾ വിലവർധനവുമായി ജനങ്ങളെ ദ്രോഹിക്കുന്നത്. 30 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വെള്ളത്തിന് ജനുവരി 1 മുതൽ പഞ്ചായത്ത് മീറ്റിംഗിൽ പോലും ചർച്ച ചെയ്യാതെ 40 രൂപയാക്കി വർദ്ധിപ്പിച്ചു. LDF ഭരണസമിതിയുടെ ധിക്കാരപരമായ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സമരം. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജലനിധിയുമായി ഞാൻ തന്നെ ഒട്ടനവധി തവണ ജലനിധിയിൽ നടക്കുന്ന തീവട്ടി കൊള്ളയ്ക്കെതിരെ അഴിമതിക്കെതിരെ എളവള്ളി പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കൽ ഒട്ടനവധി തവണ മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോൺഗ്രസ് നേതാക്കളായ ജിയോ ഫോക്സ്, NK സുലൈമാൻ, സുബിരാജ് തോമസ്, റാഷിദ് എളവള്ളി, TP ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ PD ജോസ്, KC ജയൻ, ഫാൻസി സുബിരാജ്, KT ലിംസൺ എന്നിവർ നേതൃത്വം നൽകി. ഒരു കാര്യം പറഞ്ഞു വെക്കാം, ഈ 10 രൂപ വർദ്ധിപ്പിച്ചത് പിൻവലിച്ചില്ലെങ്കിൽ ജലനിധിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ അനുമതിയോടെ കൂടി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 10 രൂപ പിൻവലിക്കുക എന്ന് മാത്രമല്ല, ഉപ്പുവെള്ളം കൊടുത്തു തുടങ്ങിയ തീയതി മുതൽ ഇനി എന്നാണ് ശുദ്ധജലം കൊടുക്കുന്ന തീയതി അതുവരെയുള്ള ആ മാസപരിസംഖ്യ പോലും നിങ്ങൾ പിൻവലിക്കണം. അത് പിൻവലിക്കുകയും ഈ ജാറിന്റെ വില കുറയ്ക്കുകയും ചെയ്യുന്നത് വരെ നിരന്തരമായ സമരത്തിൽ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ്, സൂചനയാണ് ഈ പ്രതിഷേധ മാർച്ചോട് നൽകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട്